ഗുഡ് മോർണിംഗ് ഗായ്സ്. സോറി, സുപ്രഭാതം ഗായ്സ്. മധൂർ ടെമ്പിളിലേക്ക് നമ്മൾ ആദ്യമായിട്ട് പോവുകയാണ്. അപ്പം ഞാൻ കരുതി ഒരു വ്ളോഗ് എടുക്കാമെന്ന്. ഇപ്പം ഈടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പ്, കോടമഞ്ഞ് മൂടി നമുക്ക് നടക്കാനേ പറ്റുന്നില്ല. ഇവിടെ ചെറുക്കട്ടെ. ഷാൻ ഇങ്ങനെയാണ് ഗൈസ്, ക്യാമറ കാണുമ്പോൾ ഇവർക്ക് നാണം വരും. എനിക്ക് പിന്നെ ഇങ്ങനത്തെ ഫിയറുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ലാണ്. അപ്പം നമ്മളിന്ന് പോകുന്നത് കാസർഗോഡ് വലിയൊരു ടെമ്പിളായ മധൂർ ടെമ്പിളിലാണ്. അതെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മാലിക് ദിനാറിലോട്ട് പോകും. ഓഫ് കോഴ്സ്. മാലിക് ദിനാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാലിക് ദിനാർ ഞാൻ ഒരിക്കൽ പോയതാണ് ഫിദ സിപ്പിൻ്റെ കൂടെ. അപ്പോൾ ഷാനിക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ഷാന ഭയങ്കരമായിട്ടുള്ള വിഷമം പ്രകടിപ്പിച്ചു. തുടർന്ന് ഞാൻ വിചാരിച്ചു അതെ ഷാൻ ഇങ്ങനെയാണ്, ഇങ്ങനെ വെറുതെ ഒച്ച പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. ആ മുമ്പേ അത് നോക്കുന്നേ അവസ്ഥ, അത് ഞാൻ ആലോചിക്കുന്നത്. നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഇത്ര രാവിലെ ഇങ്ങനെ അമ്പലത്തിലേക്കും പള്ളിയിലേക്കെല്ലാം പോകാൻ വേണ്ടിയിട്ട് തീർത്ഥാടന യാത്ര. അതെ. അശ്വിനി എവിടെയെങ്കിലും പോകുമ്പോൾ ഭയങ്കര ഭക്തവത്സലയായി, ആരോടും മിണ്ടാതെ മൗനവ്രതമൊക്കെ എടുത്ത് ഭക്ഷണം കഴിക്കാതെ നിരാഹാര സമരമൊക്കെ എടുത്തിട്ടാണ് അശ്വിനി പോവുക. കണ്ടോ, കുണുങ്ങി നടക്കുന്നു. എന്നാ തിരി ഒരു പൂക്കി എഫക്റ്റഡ് അതന്നെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താണ് രാവിലെ തന്നെ ഒരു ഭയങ്കര സ്ലോ മോഷനിൽ സംസാരിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഒരു അമ്പലത്തിലേക്കാണ്. അപ്പോൾ നമ്മൾ വളരെയധികം ഡീസൻ്റായിട്ട് പോകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഞാൻ ഇടയ്ക്ക് ബിഗ് ബോസിൽ അനീഷായി പോകും. അശ്വിനി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കേട്ട് മിക്കവാറും ഈ നാട്ടുകാരെൻ്റെ കരണത്ത് കൈവെക്കും. അപ്പം അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ നമുക്കിനിയിപ്പം ടെമ്പിളിലെത്തിയിട്ട് കാണാം ഗൈസ്. ഗൈസ് പതിവ് പോലെ ചെറുക്കള ടൗണിന്റെ പ്രഭാത പുലർക്കാല കാഴ്ചകളാണ് ഈ കാണുന്നത്. കാഴ്ചകളിൽ നടന്നു പോകുന്നു ഷാന, പരിമളം അശ്വിനി. അയ്യോ, ഇത് ചെറുക്കള ടൗണ്. രാവിലെ എൻ്റെ എല്ലാ വീഡിയോസും സ്ഥിരമായി കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാകും ചെറുക്കള ടൗൺ എത്രമാത്രം ഫേമസ് ആണെന്ന്. വെറും ചെറുക്കളയല്ല, കാസർഗോഡ് ചെറുക്കള. അപ്പോൾ കുറേ ബംഗാളികളുണ്ട്. ബംഗാളികൾ മനുഷ്യരാണ്. ഇവൾ ഇങ്ങനെ ബംഗാളികൾ എന്നൊക്കെ പറയുന്നു. അവരതുപോലെ നമ്മൾ മലയാളികൾ എന്ന് പറയുന്നുണ്ടാകും. മനുഷ്യരെല്ലാം ഒന്നല്ലേ, മനുഷ്യരെ വേർതിരിച്ചു. ചെറുക്കള ടൗണിൽ നിന്ന് നമ്മൾ നേരെ 4-ാം മൂലയിലേക്ക് ബസ് കയറുന്നു. നമ്മൾ പിന്നീട് മധൂർ ടെമ്പിളിലേക്ക് എത്തുന്നു. സോറി, എൻ്റെ മലയാളം ഇങ്ങനെയാണ്. അതിന് നമ്മൾ വൾഗർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇതിനപ്പുറം ഒന്നും പറയാനില്ല. ഈടിയിലെ ആൾക്കാരൊക്കെ വിചാരിക്കുന്നുണ്ടാകും എനിക്ക് ഭ്രാന്താണെന്ന്. ഞാൻ എല്ലാ വീഡിയോയിലും ഇത് പറയാറുണ്ട്. ഈടിയല്ല, ഇവിടെ. ഈടാന്ന് പറഞ്ഞാൽ എൻ്റെ സ്ലാങ് അങ്ങനെയാണ്, ഇട. സോറി, ഷാന അവിടെ എന്നൊക്കെ. ഷാന ഒരു MOD ആണ്. കാസർഗോഡ് മിംസിൽ വന്നു കഴിഞ്ഞാൽ ആർക്കാരും ഷാനയെ കാണാം. എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വെറുതെ ഒരു ബുക്കും പിടിച്ച് പുറത്തിങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് കന്നുകാലി നടക്കുന്ന മാതിരി നടക്കുന്നുണ്ടാകും. ഫ്ലോറിൻ്റെ മുമ്പിലുണ്ടാകും, ഓരോ ഡോറിൻ്റെ മുമ്പിലുണ്ടാകും. എല്ലാ സ്ഥലങ്ങളിലും MOD ഷാന സാന്നിധ്യം അറിയിക്കുന്നതായിരിക്കും. എത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പ്രഭാത ലഹരി. സോറി, നോക്ക് സൂര്യൻ നോക്ക് സൂര്യൻ കണ്ടാ. ഓളി ക്യാമറ ഓണാക്കുമ്പോൾ ഞാൻ കാല് എല്ലാവരും പറയുന്നു
എൻ്റെ വീഡിയോ ഒക്കെ കണ്ടന്റ് ഇല്ലാന്ന്. സത്യം പറഞ്ഞാൽ ഈ കാസർഗോഡ് ഞാൻ എന്ത് കണ്ടന്റാണ് ഇടേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ഇവിടെ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല. ഞായറാഴ്ചകളിൽ മാത്രമാണ് എനിക്ക് കണ്ടന്റ് ലഭിക്കാറ്. ഇന്ന് എനിക്ക് കിട്ടിയ കണ്ടന്റാണ് ഈ രണ്ടാൾക്കാർ. സോ ഞങ്ങൾ മധൂർ ടെമ്പിളിലേക്ക് പോകുന്നു ഗൈസ്. പക്ഷേ ഈ നാട്ടിൽ ഞാൻ ഈ നാടിനെ കുറ്റം പറയുന്നില്ല. ഞാൻ എപ്പോഴും ഈ നാടിനെ കുറ്റം പറയുന്നതും അല്ലെങ്കിൽ അങ്ങനെയില്ല ഒരു പ്രഭാഷണം പോലുള്ള കൊടുത്തു കാസർഗോഡ് പഴയ സ്റ്റാൻഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗോയ്സ്. നമുക്കിവിടെ ഒരു ബസ്സൊന്നും ഞാൻ കാണുന്നില്ല. കറക്റ്റ് സ്ഥലത്തേക്ക് പോകേണ്ട ബസ്സില്ല, പക്ഷെ വേറെ ഒരുപാട് ബസ്സുകളുണ്ട്. നമുക്ക് മധൂർ ടെമ്പിളിലെത്തിയിട്ട് കാണാം. മുല്ലപ്പൂ വേണമെന്നെല്ലാം പറയുന്നുണ്ട് തലയിലെല്ലാം വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ കുട്ടികളുടെ ആഗ്രഹമല്ലേ. പക്ഷെ അമ്പലത്തിലുണ്ടോയെന്ന് അറിയില്ല. കുട്ടികളുടെ ഓരോ ആഗ്രഹമല്ലേ. അശ്വിനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അശ്വിനി തലയിൽ ചൂടിക്കോട്ടെ. പക്ഷേ വരുമ്പോൾ അശ്വിനിക്ക് ചൂടാൻ പറ്റിയ പൂവ് ആ സൈഡിൽ റോഡ് സൈഡിലുണ്ടായിരുന്നു. ഹിബിസ്കസ്, മലയാളത്തിൽ അതിന് ചെമ്പരത്തി എന്ന് പറയും. അത് നല്ല പൈസയില്ല മുല്ലപ്പൂ. എനിക്കറിയില്ല. ഞാൻ ചെറുതില് മുല്ലപ്പൂ കിട്ടിയിട്ടില്ലെങ്കിൽ കച്ചറയാക്കും. അതായത് ഓക്കെ നമുക്ക് ബസ് കിട്ടി. സോ നമുക്ക് ബസ്സിൽ കയറാം. അല്ല ശരി, പിന്നില്ല ഇത് തലയിൽ കുത്താൻ. നമ്മളെടുത്ത ബസ്സിൽ കയറി. ഞാൻ ഫ്രണ്ട് സീറ്റിലാണ് നിൽക്കുന്നത്, ഷാനിയും ബാക്ക് സീറ്റിൽ. നല്ല രസമില്ലേ? ഗൈസ്, ഇതാണ് മധൂർ ടെമ്പിൾ. ഇവിടുത്തെ വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. അശ്വിനി ഇവിടെ വന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തപ്പോൾ പിന്നെ ഇവിടെ എന്തിനാണ് വന്നതെന്നുള്ള കാര്യം മറന്നുപോയി. ഭയങ്കര ലൈറ്റല്ലോ. അശ്വിനി ഭംഗിയില്ലാത്തോണ്ടാണ് നീ എന്നെ പകർത്തിയത്. പിന്നെ നല്ല ഭംഗിയുണ്ട്. നീ ഇങ്ങോട്ട് നോക്ക്, നീ എന്നെ ഫുള്ള് ഫോക്കസ്. ഇതാണ് മധൂർ ടെമ്പിൾ. അപ്പോൾ നമുക്കിനി മസാല ദോശ കഴിക്കാൻ പോയിട്ട് കാണാൻ കഴിച്ചു. യൂബറേക്ക് കാണിച്ചാൽ മതി. കോസ്റ്റ്യൂം ചേഞ്ച് എന്ന് പറയുന്ന മാതിരി സ്കാർഫ് ചേഞ്ച്. അപ്പോൾ നമ്മൾ താത്തയായി മാറി ഗൈസ്. അശ്വിനി പക്ഷെ പൊട്ടെല്ലാം വെച്ചിട്ട് എനിക്കറിയില്ല ഇവിടുന്ന് അടി കിട്ടുമോ. പൊട്ടെല്ലാം വെച്ചിട്ടാണ് വള്ളിയിൽ വന്നിട്ടുള്ളത്. എനിക്കറിയില്ല അടി കിട്ടുമോ. പക്ഷെ ഞാൻ പൊട്ടൊന്നും വെച്ചിട്ടില്ല. അപ്പം നമ്മൾ മാലിക് ദിനാറിൻ്റെ ഫ്രണ്ടിലെത്തി. ഇനി മാലിക് ദിനാറിലേക്ക് അയച്ചിട്ട് കാണിച്ചിട്ടതാണ്. ഞാൻ പൊതുവേ പൊട്ട് വെക്കാറില്ല ഗായ്സ്. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗായ്സ് എന്ന് വിളിക്കുന്നതൊക്കെ ഭയങ്കര വെറുപ്പിക്കലാണെന്ന് എനിക്കറിയാം. ഷാന ഇങ്ങോട്ട് നോക്ക്. അശ്വിനിയുടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു കോപ്രായങ്ങൾ. ഇപ്പം നമ്മൾ ഉടുപ്പി ഗാർഡനിൽ എത്തിയിട്ടുള്ളത്. കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. നമ്മൾ ആ മധൂർ ടെമ്പിളിൻ്റെ ഫ്രണ്ടിലുള്ള ഷോപ്പിൽ നിന്ന് ഞങ്ങൾ
നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വെച്ച് കയറി. അപ്പോൾ അവിടെ വടയും ചായയും എനിക്കത് തീരെ ഇഷ്ടമില്ല. അപ്പോൾ നമ്മൾ കരുതി കുട്ടിക്കാടുകളിൽ വന്ന് ഫുഡ് കഴിക്കാനാണ്. അപ്പം നമ്മളങ്ങനെ ഫുഡ് ഓർഡർ ചെയ്യും. ഫുഡ് വന്നിട്ട് കാണാം. നമ്മളെ ഫുഡ് വന്നു. നമ്മൾ താലി പറഞ്ഞു, പക്ഷെ താലി ഇവിടെ റെഡി ആയിട്ടില്ല. മസാല ദോശ ഇനിയും കാണുന്നില്ല. ഇവിടെ വന്നിട്ട് നല്ല ചട്നി കിട്ടും. കിട്ടില്ല. കൊള്ളാം. സാമ്പാർ കൊള്ളാം. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു. ഷാനിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടതിനാൽ ഞങ്ങൾ ഷാനിയുടെ അഭ്യർത്ഥന മാനിച്ച് ഇതിവിടം വെച്ച് നിർത്തുന്നു.